ആ സ്കൂളിൽ യഥാർത്ഥത്തിൽ ഈ അധ്യയന വർഷം ഇവിടെ പഠനം നടക്കുന്നില്ല. അതിന് പകരമുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പുനലൂർ പട്ടണത്തിലെ നൂറ്റാണ്ട് പഴക്കമുള്ള പെൺപള്ളിക്കൂടത്തിൽ ഈ വർഷം മുതൽ അധ്യയനമുണ്ടാകില്ല. കാലപ്പഴക്കം ചെന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കിയതാണ് കാരണം. 138 വർഷം പഴക്കമുള്ള സ്കൂൾ 1888 സ്ഥാപിച്ചത്. പിന്നീട് നിർമ്മിച്ച പ്രധാന കെട്ടിടത്തിന് വർഷങ്ങൾ പഴക്കമുണ്ട്. കെട്ടിടത്തിന് പുറമോടിയുണ്ടെങ്കിലും ചുവരുകളുമൊക്കെ ജീർണാവസ്ഥയിലാണ്. തുടർന്നാണ് ഫിറ്റ്നസ് റദ്ദാക്കിയത്. LKG മുതൽ 4ാം ക്ലാസ് വരെ 100-ലേറെ കുട്ടികൾ പഠനം നടത്തുന്ന സ്കൂളാണിത്. ഗവൺമെന്റ് ലോവർ പ്രൈമറി ഗേൾസ് സ്കൂൾ എന്നാണ് വിദ്യാലയത്തിന്റെ പേര്. മുൻപ് പെൺകുട്ടികൾ മാത്രം പഠനം നടത്തിയിരുന്ന സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞതോടെ കാലക്രമേണയാണ് ആൺകുട്ടികൾക്കും പ്രവേശനം നൽകി തുടങ്ങിയത്. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഇക്കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. 6 മാസം മുൻപ് മുൻ MLA PS സുബാൽ ഇടപെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് 1.5 കോടി രൂപ അനുവദിപ്പിച്ചത്. ഭരണാനുമതി ലഭിച്ചെങ്കിലും ടെൻഡർ നടപടികളും മറ്റും നീണ്ടുപോയി. പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കേണ്ടത്. ഈ സമയം സ്കൂളിന് സമീപം താൽക്കാലികമായി അധ്യയനം ഒരുക്കാനുള്ള സംവിധാനമില്ല. എന്നാൽ പുനലൂർ നഗരസഭ സ്കൂൾ പ്രവർത്തിപ്പിക്കാനുള്ള അനുകൂലമായ സൗകര്യം ഉറപ്പാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ MA രാജഗോപാൽ അറിയിച്ചിട്ടുണ്ട്. LPGS സ്കൂളുമായി അതിനോട് ചേർന്ന സ്ഥലത്ത് കാട് വളർന്നു നിൽക്കുന്നതാണ്. നമ്മൾ പുല്ലൂർ നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇടതൂർന്ന് കാട് പിടിച്ചു വരികയാണ്. ആ സ്കൂളിൽ യഥാർത്ഥത്തിൽ ഈ അധ്യയന വർഷം ഇവിടെ പഠനം നടക്കുന്നില്ല. അതിന് പകരമുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ഒപ്പം പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.